മക്കളെ എല്ലാവർക്കും സൈലത്തിലേക്ക് സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ 3rd യൂണിറ്റിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഏതാണ് പാഠഭാഗത്തിന്റെ പേര്? ചരിത്രം രചിച്ച നാടകം എന്നാണ് അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ഫുൾ മാർക്ക് നേടണമെങ്കിൽ പാഠഭാഗം എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഈ പാഠഭാഗം, എന്താണ് ഇത് എഴുതാനുണ്ടായ സാഹചര്യം, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ഒരു യൂണിറ്റിലെ പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത് അറിവ് നേടാനുള്ള മാർഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, അറിവിലൂടെ ഒരു സമൂഹം എങ്ങനെ മാറി ചിന്തിക്കുന്നു, നിലവിലുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ മറികടന്ന് അല്ലെ, ഒരു ജനത എങ്ങനെയാണ് അതിനെ മറികടക്കുന്നത്, അറിവിലൂടെ മറികടക്കുന്നത് എന്നാണ് ഈ ഒരു പാഠഭാഗത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പാഠഭാഗത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിന്റെ പ്രത്യേകത? ഇതൊരു അവതാരികയാണ്. എന്താണ് അവതാരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പുസ്തകത്തിന്റെ ആമുഖമായിട്ട് എഴുതുന്നതാണ് അല്ലെ. അപ്പൊ കേളപ്പൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വീട്ടിയുടെ നാടകത്തിന് എഴുതിയ അവതാരികയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ചരിത്രം രചിച്ച നാടകം. വളരെ പ്രധാനപ്പെട്ട ഒരു പേര് തന്നെയാണ് അല്ലെ. അപ്പൊ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു ചരിത്രത്തെ അല്ലെ, ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുഴുവൻ ചരിത്രം മാറ്റി എഴുതിയിട്ടുള്ള ഒരു നാടകം തന്നെയാണ് നമ്മളുടെ ഏത് നാടകം? നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വീട്ടിയുടെ നാടകം അല്ലെ. അപ്പൊ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. എന്തൊക്കെ ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുക? സാമൂഹ്യ നീതിയെ കുറിച്ച് ചോദിക്കാം അല്ലെ, നമ്പൂതിരി സമുദായത്തിലുള്ള അല്ലെ ആളുകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, നമ്പൂതിരി സമുദായം നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് ചോദിക്കാം, അവിടെ നിലനിന്നിരുന്ന അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ കുറിച്ച് ചോദിക്കാം അല്ലെ, അവസര സമത്വം, ലിംഗനീതിയൊക്കെ നഷ്ടപ്പെട്ട അല്ലെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം, നവോത്ഥാനത്തിന്റെ ഭാഗമായി നടന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് നാടകം അടയാളപ്പെടുത്തുന്നുണ്ട്, വീട്ടിയെ കുറിച്ച്, സമുദായ പരിഷ്കരണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താണ് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നമുക്ക് വരാം അല്ലെ. അപ്പൊ മലയാളിയുടെ സാമൂഹിക ജീവിതത്തെ വളരെ ശക്തമായ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു കലാരൂപമാണ് എന്ത്? നാടകം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഈ നാടകത്തെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെ? പക്ഷിക്കുഞ്ഞിന്റെ മരണം എന്ന് പറയുന്ന നാടകത്തെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ ഏതാണ് ഖൽബിലെ നിലാവ് എന്ന് പറയുന്ന നാടക ഗാനം പരിചയപ്പെട്ട സമയത്ത് KT മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ നാടകത്തെയും അല്ലെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ്. അപ്പൊ നാടകം എന്താണെന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം അല്ലെ. അപ്പൊ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ടുഴലുന്ന സമുദായങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നാടകങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്പൂതിരി സമുദായത്തെ പരിഷ്കരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ പങ്ക് വഹിച്ചിട്ടുള്ളത് എന്താണ്? നാടകങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാടകം ഏത് തന്നെയായിരുന്നു? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകം തന്നെയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 3 നാടകങ്ങളെയാണ് ടീച്ചർ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് 7 മാർക്കിന്റെ അല്ലെ ചോദ്യങ്ങളിൽ ഉൾപ്പെടെ എന്താണ് ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഇത്രയും പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ എന്താണ് നമുക്ക് ഈ നാടകങ്ങളെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള അല്ലെ നാടകമാണ് ഈ 3 നാടകങ്ങളും. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. ആദ്യത്തേത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന വീട്ടിയുടെ നാടകമാണ്. വീട്ടി ഭട്ടതിരിപ്പാട്. മറക്കുടക്കുള്ളിലെ മഹാനാരകം അല്ലെ MRB ആണ്. ഋതുമതി പ്രേംജി അദ്ദേഹത്തിന്റെ ഏതാണ് ഋതുമതി എന്ന് പറയുന്ന നാടകം. ഓക്കെ, അപ്പൊ ഈ 3 നാടകവും ചിലപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 1 മാർക്കിനും ചോദിക്കാം, 2 മാർക്കിന് സവിശേഷതകൾ ചോദിക്കാം. അപ്പൊ ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യാം, മക്കൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇത് കൂടാതെ മറ്റനേകം നാടകങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട്? മലയാളത്തിൽ ഈ സാമൂഹിക നാടകങ്ങളുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് നാടകങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പാട്ടഭാക്കി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നാടകമാണ് കേട്ടോ. പാട്ടഭാക്കി എന്ന് പറയുന്ന നാടകം 1937 K. ദാമോദരൻ കേട്ടോ. K. ദാമോദരനാണ് എഴുതിയത്. അതേപോലെ തന്നെ എന്താണ് അഗ്നിസാക്ഷി അല്ലെ, അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതി. ഓക്കെ, അഗ്നിസാക്ഷി എന്ന് പറയുന്ന കൃതി. പിന്നെ ഏതാണ് കൂട്ടുകൃഷി എന്ന് പറയുന്നത്, ഇടശ്ശേരിയാണ് കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം എഴുതിയത്. ഋതുമതി MP ഭട്ടതിരിപ്പാടാണ്. ഋതുമതി 1940 കാലഘട്ടം. 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എഴുതുന്നത്. മറക്കുടക്കുള്ളിലെ മഹാനരകം MRB എഴുതിയത് 1930 കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ നാടകങ്ങളും നമുക്ക് പരിചയപ്പെടാം. അപ്പൊ മറക്കുടക്കുള്ളിലെ മഹാനരകം നമ്പൂതിരിമാരുടെ പരമ്പരാഗത ജീവിത രീതികളിൽ സ്ത്രീകൾക്ക് സഹിക്കേണ്ടി വന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുള്ള നാടകമാണ്. ആ കാലത്ത് വളരെയധികം അല്ലെ കോളിളക്കം ഉണ്ടാക്കി ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നാടകമാണ് ഇത് കേട്ടോ. അപ്പൊ പുറത്തുള്ള ആളുകൾക്ക് പ്രവേശനമില്ലാതിരുന്ന നമ്പൂതിരി ഇല്ലങ്ങൾക്കുള്ളിൽ അല്ലെ മലയാള ബ്രാഹ്മണ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള യാതനകളെ കുറിച്ചാണ് ആരും അറിയില്ലല്ലോ അല്ലെ. അപ്പൊ ഈ ഒരു തുറന്ന എഴുത്തൊക്കെ ഉണ്ടായപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ നാടകങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ
കാര്യങ്ങൾ സംഭവിച്ചിരുന്നോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് പുറം ലോകം തിരിച്ചറിയുന്നത് കേട്ടോ. അപ്പൊ ബ്രാഹ്മണ സമൂഹം ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ സമൂഹത്തിന്റെയും സമുദായങ്ങളുടെ ഉള്ളിൽ എന്താണ് ഇത്തരത്തിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നവോത്ഥാന കാലത്ത് അല്ലെ. നമ്മൾ പഠിച്ചു ഏത് നാടകമാണ്, നാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരെന്താണ് ഈഴവ സമുദായത്തിന്റെ ഉള്ളിൽ നിലനിന്നിരുന്ന അല്ലെ കാര്യങ്ങളെയൊക്കെ എന്താണ് അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളൊക്കെ എടുത്തു മാറ്റി അത്തരം മനുഷ്യരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ച ആളാണ്. മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ അനുഭവിച്ച പ്രശ്നങ്ങളെയാണ് KT മുഹമ്മദ് അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ എന്ത് ചെയ്തത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാ സമൂഹത്തിന്റെയും സമുദായത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ശുദ്ധീകരണം അല്ലെ, ഈ ഒരു പരിഷ്കരണം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിരുന്നു. അതായത് നമ്പൂതിരി സമുദായത്തിൽ ഏറ്റവും മൂത്ത ആൾക്ക് മാത്രമാണ് എന്ത് ചെയ്യുന്നത് വിവാഹം വേളി കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. ഇപ്പൊ 10 മക്കളുണ്ടെങ്കിൽ 10ൽ ആദ്യത്തെ ആൾ മാത്രമേ കല്യാണം കഴിക്കൂ, ബാക്കി 9 ആളും എന്ത് ചെയ്യണം സംബന്ധം കൂടുക എന്ന് പറയും. അതായത് അടുത്തുള്ള നായർ വീടുകളിൽ അവർക്ക് സംബന്ധം ഉണ്ടാവും. അപ്പൊ അയിത്തമാണ്. അപ്പൊ ഈ നായർ സ്ത്രീകളിൽ ഉണ്ടാവുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അച്ഛനെ സ്വന്തം അച്ഛനെ അച്ഛന്ന് വിളിക്കാനും പോലും പറ്റില്ല. അങ്ങനെയാണ് അപ്പൻ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന പേരുകളൊക്കെ അല്ലെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസം ഇല്ല, അവർ മന്ത്രങ്ങളും തന്ത്രങ്ങളും മാത്രമാണ് അവർ പഠിച്ചിരുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ അതുപോലുമില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ഒരു മറക്കുടയും പിടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത് സ്ത്രീകൾ നടക്കേണ്ടത്. അങ്ങനെ വളരെയധികം അല്ലെ. അപ്പോൾ ഈ 60 വയസ്സുള്ള നമ്പൂതിരിക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വിവാഹം കഴിക്കാൻ പറ്റുമല്ലോ. ഒരാൾക്കല്ലേ മൂത്ത ആൾക്ക് മാത്രമല്ലേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾക്ക് അനേകം വിവാഹം കഴിക്കാം. അയാളുടെ 60 70 വയസ്സിൽ അദ്ദേഹം കല്യാണം കഴിക്കുന്നത് 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ആയിരിക്കും അല്ലെ. അടുത്ത വർഷം അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി പിന്നെ വിധവയാണ്. വിധവകളായിട്ടുള്ള നമ്പൂതിരി സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പിന്നെ അവർ ഒരു മുറിയിലാണ് അവരുടെ ജീവിതം, പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, ആഘോഷങ്ങളില്ല, ആളുകൾ കാണാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ദുരിതപൂർണമായിട്ടുള്ള ജീവിതങ്ങളെ കൊന്നാലും ചത്താലൊന്നും ആരും ചോദിക്കാനില്ല, പറയാനില്ല, അറിയ പോലും ഇല്ല അല്ലെ. അപ്പൊ അത്തരം അവസരങ്ങൾ അല്ലെ ചൂഷണങ്ങൾക്കൊക്കെ എതിരെയാണ് എന്ത് ചെയ്തത് ഈ നാടകങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ നാടകങ്ങളിലൂടെ അല്ലെ നമ്പൂതിരികളിലുള്ള പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1930 നമ്പൂതിരി പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ച നാടകമാണിത്. യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ നാടകം ചെയ്തത്. നമ്പൂതിരി സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിച്ച അനീതികളെ എന്ത് ചെയ്തു ചോദ്യം ചെയ്യുകയും ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ മർദ്ദിക്കാനും കൊല്ലാനുമുള്ള അധികാരം നൽകിയിരുന്ന വ്യവസ്ഥകളെ വളരെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്ന നാടകമായിരുന്നു മറക്കുള്ളിലെ മഹാനരകം എന്ന് പറയുന്നത്. ഒരുപാട് കൃതികൾ അദ്ദേഹം ഇതേപോലെ അല്ലെ ഒരുപാട് കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവും പത്രപ്രവർത്തകനുമായിരുന്നു M. രാമൻ ഭട്ടതിരിപ്പാട്. പഴയ പൊന്നാനി താലൂക്കിലെ വന്നേരി നാട്ടിലെ മുല്ലമംഗലം മനയിലാണ് 1908 അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. നാടകം, കവിത, ഉപന്യാസം എന്നീ രംഗങ്ങളിൽ അദ്ദേഹം ഒരുപാട് സാഹിത്യകൃതികൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. അടുത്തത് ഋതുമതി എന്ന് പറയുന്ന നാടകമാണ്. സാമൂഹിക പരിഷ്കർത്താവും കവിയും നടനുമായിരുന്ന പ്രേംജി എന്നറിയപ്പെടുന്ന മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാടാണ്, MP ഭട്ടതിരിപ്പാടാണ് ഈ നാടകം എന്ത് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പൊ കേരള നവോത്ഥാന രംഗത്ത് ഉയർന്നു നിൽക്കുന്ന നാടകമാണ്. സാമൂഹിക പരിഷ്കർത്താവ് അല്ലെ നടനും എന്ന നിലയിൽ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള അല്ലെ ഈ പ്രേംജിയുടെ സാമൂഹിക കാഴ്ചപ്പാടുകളാണ് ഈ നാടകത്തിലൂടെ നമ്മൾ കാണുന്നത്. അനാചാരങ്ങളുടെ അന്ധകാരത്തിലിരുന്ന നമ്പൂതിരി സമൂഹത്തിലേക്ക് കടന്നു വന്നൊരു വെളിച്ചമായിട്ടാണ് ഋതുമതി അവതരിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ മലബാറിലെ പഴയ പാലക്കാട് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടകമാണ് ഋതുമതി എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെ, നമ്പൂതിരി സമുദായത്തിനുള്ളിലുള്ള ഒരു പെൺകുട്ടിയുടെ ജീവിതം എങ്ങനെയാണ് കടന്നു പോകുന്നത്, ഋതുമതി ആകുന്നതോടുകൂടി ആ പെൺകുട്ടിക്ക് വന്നു ചേരുന്ന മാറ്റങ്ങളും സമൂഹം ഏത് രീതിയിൽ അവളെ മാറ്റി തീർക്കുന്നു എന്നുള്ളതുമാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു നാടകത്തിൽ പറയുന്നത്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട നാടകം, നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന നാടകമാണ് അല്ലെ. VT ഭട്ടതിരിപ്പാട് രചിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള നാടകമാണിത്. ബ്രാഹ്മണ സമൂഹത്തിലെ അനാചാരങ്ങളെ ചോദ്യം ചെയ്ത അതിനെക്കുറിച്ച് തുറന്നെഴുതിയിട്ടുള്ള നാടകമാണിത്. ഓക്കെ, 1929 ഇത് രചിച്ചിട്ടുള്ളത്. കേരള നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ സംഭാവനകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നു ഈ നാടകം അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നാടകമാണ്. വീട്ടിയുടെ അച്ഛൻ ഒരേ സമയത്ത് 4 ഭാര്യമാരുണ്ടായിരുന്നു കേട്ടോ. 2 ഭാര്യമാരെന്ന നിലയിൽ 4 ഭാര്യമാരുണ്ടായിരുന്നു. അപ്പൊ ഈ ബഹുഭാര്യത്വം കൊണ്ടുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും തന്റെ കുടുംബത്തിന്റെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു വീട്ടി. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എന്ത് ചെയ്തത് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്റെ നാടകത്തിലൂടെ അതിന് ചോദ്യം ചെയ്തത്, പരിഹാരമായത്. അങ്ങനെ നമ്പൂതിരി സമുദായത്തിന്റെ ഉള്ളിൽ ഒരു വെളിച്ചമായി അവിടെ നിലനിന്നിരുന്ന എല്ലാ അന്ധകാരങ്ങളെയും തുടച്ചു
ഒരുക്കിയിട്ടുള്ള മഹാനായിട്ടുള്ള ഒരു നവോത്ഥാന നായകനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വീട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ നാടകത്തിന് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പൻ എഴുതിയിട്ടുള്ള അവതാരികയാണ് നമ്മളുടെ പാഠഭാഗമായിട്ടുള്ള ചരിത്രം രചിച്ച നാടകം എന്ന് പറയുന്ന പാഠഭാഗം. ഇനി മറ്റൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു പാഠഭാഗം അല്ലെ, പാഠഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ കുറിച്ച് പഠിച്ചു വെക്കുക. ഇത് മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. വീട്ടിയെ കുറിച്ച് പഠിച്ചു വെക്കുക. പാഠഭാഗം എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് ലൈവുകളിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യണം, പാഠഭാഗം പഠിക്കണം. നമുക്ക് വൈകുന്നേരം 7 മണിക്ക് അല്ലെ നമുക്ക് ലൈവ് ഉണ്ട്. അപ്പോൾ ലൈവിൽ എന്ത് ചെയ്യുക, നമുക്ക് എല്ലാ പാഠഭാഗങ്ങളും ചോദ്യങ്ങളും സാധ്യതാ ചോദ്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാം. മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.